Sir Abdul Hakim Nadavi is a respected leader and scholar, serving as the State Secretary of Jamaat-e-Islamiyah Hind Kerala and a member of its council. His dedication to youth empowerment is evident from his previous role as State Committee member of the Solidarity Youth Movement. He has also made significant contributions to education, having served as the principal of Islamia College, Vatanapalli, and as a guest lecturer at Al Jamia Al Islamia. Additionally, his work as a former sub-editor of Prabodhanam Weekly and as the translator of S.S. Hussaini's book highlights his commitment to intellectual and social advancement. Sir Abdul Hakim Nadavi's diverse role reflects his unwavering dedication to the betterment of the society. Sir, I now request you to deliver the keynote speech. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبي الهدى وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഉദ്ഘാടകൻ ബഹുമാന്യനായ ഗഫൂർ സാഹിബ്, വേദിയിലുള്ള മറ്റു സമാദരണീയ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാദ്യമായി ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സംഗമത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത്. HMS എന്ന 3 അക്ഷരങ്ങളുള്ള ഒരു മഹാപ്രസ്ഥാനം അതിൻ്റെ ജൈത്രയാത്രയുടെ 24 വർഷങ്ങൾ പൂർത്തീകരിച്ച് 25ാമത്തെ വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം ഇങ്ങനെ ഒത്തുചേരാൻ സാധിച്ചു എന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഹിറ മോറൽ സ്കൂൾ, ഇങ്ങനെ 3 പ്രയോഗങ്ങളാണ് HMS എന്ന ചുരുക്കപ്പേരിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മദ്രസ എന്ന ഒരു വാക്ക് നമുക്കെല്ലാവർക്കും വളരെയധികം പരിചയമുള്ള, ധാരാളമായി നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ്. പക്ഷേ ഇന്ന് ആ പദം വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രയോഗം കൂടിയാണ്. 2015 എൻ്റെ ഓർമ്മ. കേരളത്തിലെ വളരെ പ്രശസ്തമായ കോളേജിലൊന്നാണ് കോഴിക്കോട് ഫറൂഖിലുള്ള ഫറൂഖ് കോളേജ്. ഫറൂഖ് കോളേജിൽ ഒരു വലിയ വിവാദമുണ്ടായിരുന്നു 2015. അവിടെയുള്ള ചില പുരോഗമനപരമെന്ന് അവകാശപ്പെടുന്ന ചില വിദ്യാർത്ഥി സംഘടനകൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിലിരുന്നു കൊണ്ട് പഠിക്കണം, അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, സെപ്പറേറ്റ് ചെയ്യുന്നത് പുരോഗമനത്തിനെതിരാണ് എന്ന ശക്തമായ വാദം ഉന്നയിച്ചുകൊണ്ട് ഫറൂഖ് കോളേജിൽ വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് ഒരു കാലത്ത് തിരികൊളുത്തിയിരുന്നു. അതിനെതിരെ പല സംഘടനകളും കൂട്ടായ്മകളും പല വിധത്തിലുള്ള പ്രതിഷേധങ്ങളും നടത്തിയിരുന്നു. ആ പ്രതിഷേധങ്ങളെക്കുറിച്ച് അന്ന് നടത്തിയ ഒരു പ്രയോഗം ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ ഫറൂഖ് കോളേജിനെ ഒരു മദ്രസയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നാണ് അന്ന് അവരതിനെക്കുറിച്ച് ഉന്നയിച്ച
ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് വലിയ നിലവാരമുള്ള ഒരു സ്ഥാപനമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു സിസ്റ്റം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അത് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ, ആ സ്ഥാപനം ഒരു മദ്രസയാകാൻ വേണ്ടി പോവുകയാണ്. അത് പുരോഗമനത്തിനെതിരാണ്, വലിയ പ്രശ്നമുണ്ടാകുന്ന ഒരു സമീപനമാണ് എന്ന സ്വഭാവത്തിൽ, അതിനെ വളരെ ശക്തമായ സ്വഭാവത്തിൽ വിശദീകരിക്കപ്പെട്ടത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. എന്തിനാണ് ഞാൻ ഇതിപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്രസ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ഒരുതരം അപരിഷ്കൃതത്വത്തിൻ്റെയും പുതിയ കാലഘട്ടത്തോട് സംവദിക്കാൻ ശേഷിയില്ലാത്ത ഒരാശയത്തിൻ്റെയും പേരാണ് എന്ന സ്വഭാവത്തിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്രസയിൽ നിന്ന് തീവ്രവാദമുണ്ടാകുന്നു. ലോകത്തുള്ള എല്ലാ ഭീകരവാദികളും മദ്രസയിൽ പഠിച്ചവരാണ്, അതുകൊണ്ട് അത് അടച്ചുപൂട്ടേണ്ട ഒന്നാണ് എന്ന സ്വഭാവത്തിലാണ് ആ പ്രചരണം ഓരോ ദിവസങ്ങൾ കഴിയും തോറും നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് മദ്രസ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ വളരെ സർഗാത്മകമായി ആവിഷ്കരിച്ചുകൊണ്ട് ഹിറ മോറൽ സ്കൂൾ എന്ന പേരിൽ ഇവിടെ ഈ സംവിധാനം വളരെ വിജയകരമായി അതിൻ്റെ എല്ലാ സർഗാത്മകതയും അതിൻ്റെ എല്ലാ സൗന്ദര്യവും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ ബാംഗ്ലൂരിൽ മാത്രമല്ല, നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ ഒരുപാട് രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ സംവിധാനമായി വളർന്ന് പന്തലിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹകരമായ ഒരു സംവിധാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സാധാരണ പറയാറുള്ള ഒരു പ്രയോഗമുണ്ട്, അൽ ജംഉ ബൈനൽ ഖദീമി സ്വാലിഹി വൽ ജദീദി നാഫിഅ എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. പഴമയുടെ നന്മകളെയും ആധുനികതയുടെ ഉപകാരപ്രദമായ സമീപനങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സിസ്റ്റം രൂപീകരിക്കുക എന്ന് പറയുന്നത്, പഴമ എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു സംഗതിയല്ല. പഴയതെല്ലാം ഒഴിവാക്കേണ്ടതാണെന്നും പുതിയത് മാത്രമാണ് ശരിയെന്നും അതുകൊണ്ട് പുതിയതിൻ്റെ പിന്നാലെ പോയാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നുമുള്ള ഒരു പൊതുബോധം നമ്മുടെ രാജ്യത്ത് എല്ലാ മേഖലകളിലും വളരെ ആസൂത്രിതമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് HMS എന്ന് പറയുന്ന ഈ സംവിധാനം പഴമയുടെ നന്മകളെയും ആധുനിക കാലഘട്ടത്തിൻ്റെ ഫലപ്രദമായ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അതിനെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റം മദ്രസ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഈ പ്രദേശത്ത് വളരെ മാതൃകാപരമായ ഒരു സംവിധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഒരു ഒന്നാമത്തെ ആവശ്യത്തിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ ഓപ്ഷനായിക്കൊണ്ടാണ് പലപ്പോഴും മദ്രസ വിദ്യാഭ്യാസത്തെ പലരും സമീപിക്കാറുള്ളത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിനെ ഒന്നാമത്തെ ഓപ്ഷനായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ടാണ് അത് ഒന്നാമത്തെ ഓപ്ഷനായി മാറേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവരമുണ്ടാവുക എന്നത് മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മനോഹരമാക്കുന്നത്. വിവരത്തെ തിരിച്ചറിവാക്കി മാറ്റാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ അറിവ് പോലും അവൻ്റെ ജീവിതത്തിൽ ഫലപ്രദമായി ഒന്നായി മാറുന്നത് എന്ന് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അറിവില്ലായ്മയുടെ പ്രശ്നമല്ല ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അറിവില്ലാത്തത് കൊണ്ട് ഈ ലോകത്ത് എന്തോ വലിയ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നിലവിലുള്ള ലോകത്തെ സംബന്ധിച്ച് ആർക്കും പറയാൻ സാധിക്കുകയില്ല. മറിച്ച് യഥാർത്ഥ വിവരം തിരിച്ചറിവാക്കി മാറ്റുന്നതിൽ ലോകം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അറിവിനെ തിരിച്ചറിവാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള മദ്രസ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ നമ്മൾ അബൂ ജഹൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അബൂ ജഹൽ എന്ന് പറയുന്ന
ആ വ്യക്തിയുടെ യഥാർത്ഥ പേര് അതായിരുന്നില്ല, അബുൽ ഹക്കം എന്നായിരുന്നു. അബൂ ജഹൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വിവരമില്ലാത്തവരുടെ പിതാവ് എന്നാണ്, അറിവില്ലാത്തവരുടെ പിതാവ്. പക്ഷെ യഥാർത്ഥത്തിൽ അബൂജഹലിൻ്റെ പേര് അബുൽ ഹക്കം എന്നായിരുന്നു. അബുൽ ഹക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫാദർ ഓഫ് വിസ്ഡം എന്ന് പറയാം. വിവരമുള്ളവരുടെ, ബുദ്ധിശാലികളായ ആളുകളുടെ പിതാവ് എന്നാണ് ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം. അപ്പം അങ്ങനെ അർത്ഥമുള്ള ഒരു വാക്കിൻ്റെ ഉടമ ചരിത്രത്തിൽ അറിയപ്പെട്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് അബുൽ ഹക്കം ചരിത്രത്തിൽ അബൂജഹലായി മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബൂജഹലിന് വിവരമില്ലാത്തത് കൊണ്ടായിരുന്നില്ല, മറിച്ച് ആ വിവരത്തെ തിരിച്ചറിവാക്കി മാറ്റുന്നതിൽ അബൂജഹൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രയോഗത്തിലൂടെ ആ വ്യക്തി ചരിത്രത്തിൽ അറിയപ്പെടാനുള്ള കാരണം എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്നും ചേർന്നാൽ രണ്ടാണ് എന്നത് വളരെ ലളിതമായ ഒരു മാത്തമാറ്റിക്സിലെ വാക്യമാണ്. 1+1, ഒന്നും ചേർന്ന് കഴിഞ്ഞാൽ അത് രണ്ടായി മാറും എന്ന് പറയുന്നത്. ഒന്നും ചേർന്നാൽ രണ്ടായി മാറുക എന്ന് പറയുന്ന മാത്തമാറ്റിക്സിൻ്റെ ഇക്വേഷനോടൊപ്പം തന്നെ ഒന്നിനോടൊപ്പം എന്തെല്ലാമാണ് ചേർത്ത് വെക്കാൻ പറ്റുക, ഒന്നിനോട് എന്തെല്ലാമാണ് ചേർത്ത് വെക്കാതിരിക്കേണ്ടത്, ഒന്നിനോട് ഒന്ന് നിങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ എങ്ങനെയാണത് ചേർത്ത് വെക്കേണ്ടത് എന്ന ഒരു പാഠം കൂടി പഠിക്കുമ്പോഴാണ് ഒന്നും രണ്ടാണ് എന്ന് പറയുന്ന പാഠം യഥാർത്ഥ വിവരമായി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ അധ്യാപകൻ ഒന്നും ചേർന്നാൽ രണ്ടാണ് എന്ന പാഠം പഠിപ്പിക്കുമ്പോൾ ഉദാഹരണമായി ഒരു ഗ്ലാസ് പാലിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എത്രയാണ് എന്ന് അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ ഒരൊറ്റ ഉത്തരമേ പറയൂ, ഒന്നും ചേർന്നാൽ രണ്ടാണ്, അതുകൊണ്ട് 2 ലിറ്റർ പാലായി മാറും. ഇങ്ങനെ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ മുഖത്ത് നോക്കി ഒരു വിദ്യാർത്ഥിക്ക് ഒരു ചോദ്യം ചോദിക്കാൻ കഴിയണം, മാഷേ പാലിൽ വെള്ളം ചേർക്കാൻ പറ്റുമോ? പാലിൽ വെള്ളം ചേർക്കാൻ പറ്റുമോ എന്ന മറുചോദ്യം ചോദിക്കാൻ പറ്റാത്ത ഒന്നും രണ്ടാണ് എന്ന് പറയുന്ന പാഠം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ആ പഠനം കൊണ്ട് ഈ ലോകത്തിന് യാതൊരു വിധത്തിലുള്ള ഉപകാരവും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒന്നിനോട് എന്തെല്ലാമാണ് ചേർത്ത് വെക്കാൻ പറ്റുക, ഒന്നിനോട് എന്തെല്ലാമാണ് ചേർത്ത് വെക്കാൻ പറ്റാത്തത്, ഒന്നിനോട് ഇന്ന് എന്തും ചേർക്കാമെന്നതാണ് ആധുനിക ലോകം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. ആണിനോട് ചേരാം, പെണ്ണിനോട് ചേരാം, അതല്ലാത്ത വേറെ എന്തെങ്കിലും ചേർച്ചകളുണ്ടോ? ആ ചേർച്ചകളെല്ലാം ചേർച്ചകളാണ്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾ കരുതേണ്ടതില്ല, അതൊരു മോശപ്പെട്ട കാര്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന പാഠം ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കപ്പെടുമ്പോൾ ഒന്നിനോട് ചേർത്ത് വെക്കേണ്ടത് എന്തെല്ലാമാണ്, ഒന്നിനോട് ചേർത്ത് വെക്കാൻ പാടില്ലാത്തത് എന്തെല്ലാമാണ് എന്ന് പറയുന്ന പാഠം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന ലോകത്തിൽ അറിയപ്പെട്ട ചിന്തകനും വിദ്യാഭ്യാസ വിചക്ഷണനുമൊക്കെയായ അദ്ദേഹം പറയുന്ന വളരെ മനോഹരമായ ഒരു വാക്കുമുണ്ട്. ഹൂ ഹി ഓപ്പൺ എ സ്കൂൾ ഡോർ ക്ലോസസ് എ പ്രിസൺ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പ്രദേശത്ത് ഒരു വിദ്യാലയം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ജയില് അടച്ചുപൂട്ടേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രദേശത്ത് ഒരു സ്കൂൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ജയില് നിങ്ങൾ നിർബന്ധമായും അടച്ചുപൂട്ടേണ്ടി വരും. അഥവാ എന്തിനാണ് വിദ്യാഭ്യാസം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ചെറിയ പ്രയോഗത്തിലൂടെ അദ്ദേഹം വളരെ മനോഹരമായി പഠിപ്പിക്കുകയാണ്. ഒരു പ്രദേശത്ത് വിദ്യാലയം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കുറ്റവാസനയുള്ളവരായി മാറുകയില്ല, അവർ ക്രിമിനൽ വാസനയുള്ളവരായി മാറുകയില്ല, വേണ്ടാത്ത വഴികളിലൂടെ അവർ സഞ്ചരിക്കുകയില്ല, തെറ്റിൻ്റെ മാർഗത്തിലൂടെ അവർ ഒരിക്കലും വഴി നടക്കുകയില്ല. മറിച്ച് നന്മയുടെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ഒക്കെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു പ്രചോദനം അവരുടെ വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് ലഭ്യമാകുമെന്ന ഒരു ആശയമാണ് അദ്ദേഹം ഈ വാചകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് ആ വാചകം നമുക്ക് ഇങ്ങനെ മാറ്റി പറയാൻ വേണമെങ്കിൽ ഒരു പ്രദേശത്തൊരു സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ നന്നേ ചുരുങ്ങിയത് അതിൻ്റെ തൊട്ടടുത്തൊരു പോലീസ് സ്റ്റേഷനെങ്കിലും നിർബന്ധമായും ആരംഭിക്കേണ്ടി വരുമെന്ന് നമുക്കതൊന്ന് മാറ്റി പറയേണ്ടി വരികയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെറിയ കുട്ടികൾക്കിടയിൽ പോലും അറിഞ്ഞോ അറിയാതെയോ കുറ്റവാസനകൾ വർദ്ധിക്കുന്നതിൻ്റെ ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ തന്നെ ചുറ്റുവട്ടങ്ങളിൽ ഒരു ചെറിയ കണ്ണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഞാൻ കുട്ടികളെ കുറ്റം പറയുകയല്ല, അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. മറിച്ച്
ചില റിയാലിറ്റികളായി നമ്മൾ അംഗീകരിക്കാതെ പോയി കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമായി മാറുമെന്ന യാഥാർത്ഥ്യം നമ്മൾ നിർബന്ധമായും ഉൾക്കൊണ്ടേ മതിയാകൂ. നമുക്കറിയാം, ഇന്ന് ഗവൺമെൻറ്റുകൾ പോലും യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കാരുകൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുവാൻ, അവർ ഈ രാജ്യത്ത് ആഗ്രഹിക്കുന്ന ആശയങ്ങളുടെ പ്രചാരണം നടപ്പിലാക്കുവാൻ വേണ്ടി അവരാഗ്രഹിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സംവിധാനത്തെ വളരെ ആസൂത്രിതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത പല വിധത്തിലുള്ള മാറ്റങ്ങളും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിലെ ഒരു സ്കൂളിൽ കുട്ടികളോട് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു: മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തത് എങ്ങനെയായിരുന്നു എന്ന്. മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തത് എങ്ങനെയായിരുന്നു എന്ന് വിദ്യാർത്ഥികളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് ഒരു എന്താ പറയുക, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കുകയില്ല. മറിച്ച് ഗാന്ധിജി എന്ന് പറയുന്ന ഈ രാജ്യത്തിന് വലിയ തോതിലുള്ള സംഭാവനകൾ നൽകിയ ആ വ്യക്തിത്വത്തിൻ്റെ മരണം പോലും ഏതോ അർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ. നാളെ ഒരുപക്ഷെ ചരിത്ര പുസ്തകങ്ങളിൽ ഗാന്ധിജി മരണപ്പെട്ടത് ഡൽഹിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഇടിച്ചിട്ടായിരുന്നു എന്ന് പഠിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളാരും അതിൻ്റെ പേരിൽ അത് അതിശയോക്തിയോടുകൂടി കാണേണ്ടി വരില്ല. അത്രമാത്രം ചരിത്രങ്ങളിലും ആശയങ്ങളിലും കാഴ്ചപ്പാടുകളിലുമൊക്കെ വലിയ തോതിലുള്ള കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സിസ്റ്റത്തെ തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അക്ബർ ഇലഹാബാദി എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു കവിയുടെ ഒരു മനോഹരമായ കവിതയുണ്ട്. അതിൻ്റെ ഉറുദു ടെക്സ്റ്റ് ഞാൻ ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ മലയാളം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത്, എന്തിനാണ് ഫറോവ ആ നാട്ടിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത്? അതിന് പകരം അദ്ദേഹത്തിന് അവിടെ ഒരു സ്കൂൾ തുടങ്ങിയാൽ പോരായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തിനാണ് ഫറോവ ആ നാട്ടിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത്? അതിന് പകരം അയാൾക്ക് അവിടെ ഒരു സ്കൂൾ തുടങ്ങിയാൽ പോരായിരുന്നോ എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. എന്തിനാണ് ഫറോവ ആ നാട്ടിലുള്ള ജനങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചത് എന്ന് നമുക്കറിയാം. ആ രാജ്യത്ത് ജനിക്കുന്ന ഒരു കുഞ്ഞ് ഫറോവയുടെ അല്ലെങ്കിൽ റംസീസ് ഭരണകൂടത്തിൻ്റെ അന്തകനായി മാറാൻ സാധ്യതയുണ്ട് എന്ന ഒരു ജ്യോത്സ്യൻ്റെ പ്രവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്നാൽ ഈ നാട്ടിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയാം എന്ന് ഫറോവ തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത്, അവിടെ ഒരു സ്കൂൾ തുടങ്ങിയാൽ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടി ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ സംവിധാനത്തെ ഇന്ന് ആ സ്വഭാവത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ വിവരം അതിൻ്റെ എല്ലാ തിരിച്ചറിവോടും കൂടി അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക, അള്ളാഹുവിൻ്റെ നാമത്തിൽ പഠിക്കുക, അള്ളാഹുവിൻ്റെ നാമത്തിൽ ചിന്തിക്കുക. ആ പഠനം ഏത് പഠനങ്ങളുമാവാം, പക്ഷേ നിങ്ങളുടെ പഠനം ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിലായിരിക്കണമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനത്തിന് ചെവി കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ ക്രമം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിനിടയിൽ നിലനിൽക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലാണ് മദ്രസ പ്രസ്ഥാനം എന്ന് പറയുന്ന സംവിധാനം യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ എവിടെയാണ് പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കുന്നത് എന്ന ചോദ്യം വളരെ ഗൗരവപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ പറയുന്നുണ്ട്, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദ കദാലിക നുസർറിഫുൽ ആയാതി ലിഖൗമി യഷ്കുറൂൻ എന്ന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, ഒരു നല്ല മണ്ണ്, ഒരു നല്ല ഭൂമി, ആ നല്ല മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തുന്ന സസ്യങ്ങൾ വളരെ മനോഹരമായിരിക്കും. അതിൻ്റെ ചെടികളുടെ പുഷ്പങ്ങൾ വളരെ ആകർഷണീയമായിരിക്കും. അതിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും മധുരമുള്ള ഫലങ്ങൾ നൽകുന്ന മനോഹരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ചെടികളായിരിക്കും അത്. എന്നാൽ നിങ്ങൾ
നിങ്ങൾ വിത്ത് പാകുന്നത് ഒരു വരണ്ട ഊഷരമായ ഭൂമിയിലാണെങ്കിൽ ആ ചെടി ഒരിക്കലും മുളച്ചു പൊന്താൻ സാധ്യതയില്ല. ഇനി മുളച്ചു പൊന്തിയാൽ തന്നെ അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഫലപ്രദമായ കായ്ക്കനികൾ ലഭ്യമാവുകയില്ല. അതിൽ മനോഹരമായ പുഷ്പങ്ങൾ ഒരിക്കലും തളിരിടുകയില്ല. മറിച്ച് അത് വരണ്ടുണങ്ങിയ ആ മണ്ണിൽ ഉണങ്ങിപ്പോവുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ എവിടെയാണ് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്? നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ദുന്യവിയായ ഉഖ്റവിയായ എന്ന വേർതിരിവിന് യാതൊരു അടിസ്ഥാനവുമില്ല. മറിച്ച് രണ്ട് വിദ്യാഭ്യാസവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ലോകത്തിനെ കുറിച്ചുള്ള വിവരം ആദം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകുന്നത്. എല്ലാ വിവരവും മനുഷ്യനുണ്ടാവേണ്ടതുണ്ട്. പക്ഷേ ആ വിവരത്തോടൊപ്പം ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, തന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ ആ വായന മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത് ഫലപ്രദമായ തിരിച്ചറിവുള്ള വിജ്ഞാനമായി മാറുകയുള്ളൂ. ആ വിജ്ഞാനത്തെക്കുറിച്ചാണ് ഇൽമുൻ നാഫിഅ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഫലപ്രദമായ വിജ്ഞാനം, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഇൽമ്. ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതെനിക്ക് ഉപകാരപ്പെടണം, എൻ്റെ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടണം, എൻ്റെ കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടണം, എൻ്റെ മക്കൾക്ക് ഉപകാരപ്പെടണം, എൻ്റെ നാടിന് ഉപകാരപ്പെടണം, എൻ്റെ രാജ്യത്തിന് ഉപകാരപ്പെടണം, എൻ്റെ ദുന്യവിയായ ജീവിതത്തിന് ഉപകാരപ്പെടണം, എൻ്റെ ഉഖ്റവിയായ ജീവിതത്തിനും ഉപകാരപ്പെടണം. ഇങ്ങനെ എല്ലാ സന്ദർഭത്തിലും ഉപകാരപ്പെടുന്ന വിജ്ഞാനം നമ്മൾ പകരുക എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ ആ മരിച്ചു പോകുന്നവൻ അവൻ്റെ കൂടെ 3 കാര്യങ്ങൾ മാത്രമേ കൂടെ കൊണ്ടുപോവുകയുള്ളൂ. അതിലൊന്നാമത്തേത് സ്വദഖത്തുൻ ജാരിയ. നമ്മൾ എന്നെന്നും നിലനിൽക്കുന്ന സ്വഭാവത്തിൽ ജാരിയായ സ്വദഖകൾ നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം പരലോകത്ത് നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും, ബർസഖിയായ ലോകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. രണ്ടാമത്തേത് ഇൽമുൻ യുൻതഫഉ ബിഹി. തനിക്ക് ഉപകാരപ്പെടുന്ന വിജ്ഞാനം താൻ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിജ്ഞാനം ഈ ദുനിയാവിൽ മാത്രമല്ല നമുക്ക് ലഭ്യമാവുക, മറിച്ച് നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ ആഖിറത്തിലും ഉപകാരപ്പെടുന്ന വിജ്ഞാനമായിരിക്കും അത്. ആ വിജ്ഞാനം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മദ്രസയിൽ നിന്ന് ലഭ്യമാകുന്ന വിജ്ഞാനമാണ്. അത് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, തന്നെ സൃഷ്ടിച്ച തൻ്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ലഭിക്കുന്ന വിജ്ഞാനമാണ്. ആ വിജ്ഞാനമാണ് HMS എന്ന് പറയുന്ന ഹിറ മോറൽ സ്കൂൾ എന്ന് പറയുന്ന ഈ സംവിധാനത്തിലൂടെ നമ്മുടെ മക്കൾക്ക് ഈ സ്ഥാപനം പകർന്നു നൽകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ 24ാം വാർഷികത്തിലൂടെ കടന്നു പോകുമ്പോൾ 1200ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് ഇന്ന് ഇതിൻ്റെ കൂടെയുള്ളതെങ്കിൽ അതിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇരട്ടിയിലേക്കോ അല്ലെങ്കിൽ 1200 എന്ന് പറയുന്നത് ഒരു 12,000 എന്ന് പറയാൻ പറ്റുന്ന നമ്പറിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഞാനും നിങ്ങളും വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കും. അതിന് പ്രചോദനം ഈ കോൺവെക്കേഷൻ സമ്മേളനം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Shukran, sir. We are very honored to have you here and to have listened to your wise words. Jazakumullahu khairan kathira.